ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിമുക്തി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യമായ ആവേശത്തോടു കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. വിമുക്തി ക്ലബ്ബ് കുട്ടികളെ വരും തലമുറയെ ഈ ലഹരിയുടെ മാരക വിപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്തുന്നതിനും മുന്നറിയിപ്പ് കൊടുക്കുന്നതിനും എപ്പോഴും സദാ ജാഗരൂകരായി നമ്മോടൊപ്പമുണ്ട്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനായ രമേശ് ചെന്നിത്തല സാറ് ഒക്കെ താല്പര്യമെടുത്തുകൊണ്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി കൂടി നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമെന്നത് ഒരു നല്ല ജീവിത രീതിയാണ്. പ്രത്യേകിച്ച് ഈ മദ്യം, മയക്കുമരുന്ന്, ഡ്രഗ്സ് പോലുള്ള നിന്നൊക്കെ അവരെ മാറ്റി നിർത്തുകയാണെന്നാണ്. അതുകൊണ്ട് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ കൃത്യമായ ദർശനം നൽകാൻ, കാഴ്ചപ്പാട് നൽകാൻ വഴികാട്ടിയായി വിമുക്തി ക്ലബ്ബ് എക്സൈസ് വകുപ്പ് നമ്മോട് എപ്പോഴുമുണ്ട്. ഇന്ന് നമ്മുടെ ഈ സ്കൂളിലെ ഈ വർഷത്തെ ഈ വിമുക്തി ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങളുടെയും ആരംഭം കുറിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികൾ ഇന്ന് സർവനാശ വിപത്തായ രാസലഹരിയിൽ ചെന്നപ്പെടുകയാണ്. അവര് ലോകം കീഴടക്കേണ്ടവരാണ്. അതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തിയുടെ ഭാഗമായി ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി ദിനത്തോടനുബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും ബോധന ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏതരം ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ